പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയ്ക്കകത്ത് CPM നേതാവ് അനിൽകുമാർ ഇരുന്ന് കാണാ കൊണാ വളാ വളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു. ഈ KS ഹരിഹരനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. KS ഹരിഹരൻ പറഞ്ഞ പിന്നെ വാക്കുകളോട് ആ പ്രയോഗത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അനിൽകുമാറിനോട് ചോദിക്കുന്നത്, അവതാരക ചോദിക്കുന്നത് ഈ KS ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞതിനെ കുറിച്ചാണ്. അപ്പൊ ഇയാൾ കിടന്നിട്ട് ഇങ്ങനെ തിളക്കുക, എന്തൊക്കെയോ പറയുക, സ്ഥലകാല ഭ്രമം സംഭവിച്ച മാതിരി, മാനസിക വിഭ്രാന്തിയുള്ള പോലെ സംസാരിക്കുന്നത്. അപ്പോ ഈ ഇവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ള യോഗ്യതയുള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, KS ഹരിഹരൻ നടത്തിയ പരാമർശത്തിൽ വിയോജിപ്പുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അയാളെ വീട്ടിലേക്ക് ബോംബെറിയാനല്ല പോകേണ്ടത്. അദ്ദേഹം മാന്യമായി അതിന് ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളീയ സമൂഹത്തോട് മാപ്പ് പറഞ്ഞതാണ്, ഖേദം പ്രകടിപ്പിച്ചതാണ്. പക്ഷെ ഇവരാണെങ്കിൽ മാപ്പ് പറയുമോ? അങ്ങനെയുണ്ടല്ലോ, മനുഷ്യൻ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തിരിച്ചറിയുകയും മാപ്പ് പറയുകയും ചെയ്യുന്നത്, തിരുത്തുകയും ചെയ്യുന്നത് അതൊരു മാന്യമായ പ്രവൃത്തിയാണ്. അവിടെയാണ് നമ്മൾ മനുഷ്യനാവുന്നത്. നമുക്കൊക്കെ തെറ്റുപറ്റാറുണ്ട്. ഇവരുടെ നേതാവായിട്ടുള്ള MM മണിയല്ലേ പെമ്പിളെ ഒരുമ എന്ന് പറയുന്ന ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകൾ, ജീവിക്കുന്നവര്, അവരുടെ ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരത്തിന് ഇറങ്ങിയപ്പോ അവർക്ക് അവിടെ കാട്ടിൽ മറ്റേ പണിയാണെന്ന് പറഞ്ഞത് MM മണിയല്ലേ? ആരാ? മുൻ മന്ത്രി. വേണ്ട, ഇപ്പോഴത്തെ വയനാട്ടിലെ സ്ഥാനാർത്ഥി ആനി രാജയെ കുറിച്ച് അവർക്ക് അവിടെ ഡൽഹിയിലാണ് ഉണ്ടാക്കൽ, ഇവനൊരു പ്രത്യേക ആക്ഷനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതും ഇതേ മണിയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതേപോലെ തന്നെ ഇവരാരെങ്കിലും, ഏതെങ്കിലും CPM നേതാക്കന്മാർ, DYFIക്കാര്, SFIക്കാര് ആരെങ്കിലും തള്ളി പറഞ്ഞോ? MM മണി മാപ്പ് പറഞ്ഞോ കേരളീയ സമൂഹത്തോട്? എത്ര ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ടുള്ള അധിക്ഷേപങ്ങളല്ലേ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? അതേപോലെ തന്നെ ഈ KK രമയെ വിധവ എന്ന് വിളിച്ചു. വേണമെങ്കിൽ പറയാം വിധവയായ, പക്ഷെ വെറുതെ വിധവയായതല്ല KK രമ. നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള പരാമർശ KK രമയെ വിധവയാക്കിയതാണ്. അവരുടെ ഭർത്താവിനെ ഇവർ കൊന്നുകളഞ്ഞതാണ്. ആ കൊന്ന പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്റെ വീണ്ടും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് അകത്തൊക്കെ കൊണ്ടുപോയി ഇടുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് പിന്നെ ഇവർ വിധവകളാക്കിയിട്ടുള്ളത് എത്രയോ സ്ത്രീകളെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിധവകളെ സൃഷ്ടിച്ച പ്രസ്ഥാനം എന്ന പേരിലാണ് ഈ പാർട്ടി അറിയപ്പെടേണ്ടത്. കാരണം ഇവരാരെങ്കിലും കൊല്ലാൻ പോകും, അപ്പൊ ആ മരിക്കുന്ന ആളുടെ ഭാര്യ വിധവയായി. അത് കഴിഞ്ഞിട്ട് അതിന് പകരം തിരിച്ച് അവർ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇവരുടെ ഈ കൊല്ലാൻ പോയ ആരെങ്കിലും മരണപ്പെടും. ഇവരുടെ ഭാര്യമാരും വിധവമാരായി. ഇരുവശത്തും വിധവമാരെ സൃഷ്ടിച്ച എല്ലാ പാർട്ടികളിലും വിധവമാരെ സൃഷ്ടിച്ച കേരളത്തിലെ കൊടും ക്രിമിനൽ സംഘമായിട്ട് ഇവർ മാറിയില്ലേ? പിന്നെന്താ ഇനിയിപ്പോ ചോദിക്കട്ടെ? അടുത്ത കാര്യം, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരിലെ MP 2019 മത്സരിക്കുമ്പോൾ അവർ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയതിനെ കുറിച്ച് ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചത് ഇവരുടെ CPM ഏരിയ കമ്മിറ്റി പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള, മുമ്പ് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച, അതിനുമുമ്പ് LDF കൺവീനറുടെ ചുമതല വഹിച്ച, ഇപ്പൊ പാലക്കാട് മത്സരിച്ച വിജയരാഘവനല്ലേ? തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇവരാരെങ്കിലും? അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ക്യാമ്പസിൽ കൂടെയുള്ള മുന്നണിയിലുള്ള ഒരു പെൺകുട്ടിയോട്, വനിതാ പ്രവർത്തകയോട്, നിന്നെ ഞങ്ങൾ ഗർഭിണിയാക്കുമെന്ന് പറഞ്ഞത് ഇവരുടെ നേതാവല്ലേ? ഇവരുടെ SFIയുടെ നേതാവ്. ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? തിരുത്തിയിട്ടുണ്ടോ? ഇവരെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവരെ പണി ഇതാണ്, ഈ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം നടക്കുമ്പോൾ ഒരു പെൺകുട്ടി ബാരിക്കേഡ് കൂടെ ഇങ്ങനെ മേളിലേക്ക് കയറി പിടിച്ച് പോവുക സമരരംഗത്ത്. അപ്പൊ പുറകിൽ നിന്ന് അവരുടെ പുരുഷന്മാരായ പ്രവർത്തകർ ഇവരെ തള്ളിക്കൊടുക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. സമരമുഖത്ത അവിടെ അവരുടെ നിതമ്പവും അവരുടെ മാർഗവും നോക്കിക്കൊണ്ടിരിക്കുന്ന പണിയല്ല സമരമുഖത്ത്. ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ല. അന്ന് അതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ഈ സൈബർ സഖാക്കൾ ഫേസ്ബുക്കിനകത്തൊക്കെ പോസ്റ്റുകൾ ഇട്ടത്, ഈ ഫോട്ടോയും വെച്ചിട്ട്. അപ്പൊ ഇവരുടെ AA റഹീമും ഇവരുടെ നേതാക്കന്മാരൊക്കെ സമരമുഖത്ത് ഈ ജലപീരങ്കിയൊക്കെ വരുമ്പോൾ പെൺകുട്ടികളെ വരെ ചേർത്ത് പിടിക്കുന്നത് ആ അർത്ഥത്തിലായിരിക്കും. അവർക്ക് അവിടെ ആ സമയത്ത് കിട്ടുന്ന സ്പർശന സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കിട്ടുന്നത്. അതിന് വേണ്ടിയായിരിക്കും പെൺകുട്ടികളും പോകുന്നത് ചിലപ്പോൾ. അങ്ങനെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണല്ലോ ഇവർ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്. അവരുടെ സ്വന്തം ചിന്തയെന്നല്ലേ അവരിങ്ങനെ പറയാൻ നിൽക്കുന്നത്. ഇപ്പൊ പോൺ വീഡിയോസിനെ കുറിച്ച് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് പ്രചരിപ്പിച്ചത് ആരാ? സഖാക്കളാ. 2016 15 2015 തോന്നുന്നു. 2015 സോളാർ നായികയുടെ 7 വീഡിയോ ക്ലിപ്പുകൾ, ഞാനന്ന് ഗൾഫിലാണുള്ളത്, എനിക്ക് എത്രയോ ഒരിടത്ത് തന്നെ ഞാൻ പറഞ്ഞ കിട്ടി, ഞാൻ കാണും ചെയ്തു. കിട്ടിയ സാധനം നമ്മളെന്നാലും കാണുമല്ലോ, അതെന്താന്നുള്ളത് അറിയണമല്ലോ. കാണും ചെയ്തു. ഞാൻ ആർക്കും ഫോർവേഡ് ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് അയച്ചു തന്നത് മുഴുവൻ സഖാക്കളാണ്, അതിലേറെയും പ്രവാസികളായിരുന്നു.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ പ്രചരിപ്പിക്കപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട പോൺ വീഡിയോസാണത്. ആ 7 ക്ലിപ്പുകൾ. ആ 7 ക്ലിപ്പുകൾ ഇവർ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല നാട്ടിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പോൺ വീഡിയോസിന്റെ പ്രചാരണം നടത്തുന്നത്, അത് വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആരാ? സഖാക്കളാണ്. എന്ത് സ്വയം തിരുത്താൻ എന്നാ പിന്നെ തയ്യാറാവാത്തത്? ഞാൻ പിന്നെ ഈ ഗൾഫിലാവുമ്പോഴും നാട്ടിൽ വരുമ്പോഴും പിന്നെ ഇപ്പോൾ ആണെങ്കിലും ഇടയ്ക്ക് ഒക്കെ ഈ കൃഷിയുടെ തിരക്കിനിടയിലും ഒക്കെ ആയിരുന്നെങ്കിലും ഈ മീഡിയ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ക്യാമ്പസിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒന്ന് വെറുതെ ആരെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെ ഒന്ന് പോയി നോക്കും അതിന്റെ റിസൾട്ടൊക്കെ വരാനാകുമ്പോൾ. കാരണം നമ്മൾ ക്യാമ്പസ് പഠിക്കുകയും ക്യാമ്പസ് പൊളിറ്റിക്സിലൂടെ വരികയും ചെയ്തതിന്റെ ഒരു നഷ്ടോളജി ഒക്കെ ഉണ്ട്. ചെന്നപ്പോൾ എൻ്റെ സമീപത്തുള്ള ഒരു ക്യാമ്പസിനകത്ത് അവിടെ KSUവിൻ്റെയോ അതോ പിന്നെ വേറെ ഏതെങ്കിലും ആണോ എന്നറിയില്ല, അവിടെ ഇവര് പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിപ്പിച്ച പെൺകുട്ടി, സാധാരണ വൈസ് ചെയർമാൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പെൺകുട്ടികളാണ്, പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണ്. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച പെൺകുട്ടി കഷ്ടിച്ച് പിന്നെ KSUവിന്റെ പെൺകുട്ടിയെ ഒരു വോട്ടിന് ജയിപ്പിച്ചാണ് SFIയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത്. എന്നിട്ട് ഇവര് മുദ്രാവാക്യം വിളിക്കുകയാണ് ആ കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ജോയിന്റ് ആവാൻ ബെഞ്ച് മതി എന്ന്. അർത്ഥം എന്താണെന്നറിയാം? കിടക്കുന്ന കാര്യമാണ് പറയണത്. മറ്റേ ജോയിന്റ് ഇന്റർ കോഴ്സ് അവർ ഉദ്ദേശിക്കുന്നതേ ജോയിന്റ് സെക്രട്ടറി എന്നുള്ളിടത്തുന്ന ജോയിന്റ് എന്നുള്ള വാക്ക് അടർത്തിയെടുത്തിട്ട് ആ കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവൾക്ക് ജോയിന്റ് ആവാൻ ബെഞ്ച് മതി, ക്യാമ്പസിലെ ബെഞ്ച് മതി എന്ന്. ഇമാതിരി സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങളല്ലേ വിളിച്ചത്. ഞാൻ അപ്പൊ ആ സ്ഥലത്ത് പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന CPM നേതാക്കന്മാരോട് ഉത്തരവാദപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഇവനെയൊക്കെ പിടിച്ച് പുറത്താക്കും വേണം, ആ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തോനെ ഏറ്റു വിളിച്ചോനെയൊക്കെ വിളിച്ച് ശാസിക്കണം നിങ്ങളെന്നാ പറഞ്ഞത്. അതിപ്പോ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവം, കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ്. അപ്പൊ എന്ത് കാര്യങ്ങളും ഇവർക്ക് ഈ രീതിയിലാണ് കാണുന്നത്. വേണ്ട, ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മുൻ MLA ആയിരുന്ന കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള ഒരാളുടെ മകൾക്കെതിരെ പീഡന ശ്രമം നടത്തിയ ആളെ പിന്നെയും സംസ്ഥാന സർക്കാരിന്റെ ഉയർന്ന ചുമതല കൊടുത്തു കൊണ്ടുവന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഈ ആരോപണം ഉന്നയിച്ച ഇതിന് ഇരയായ ആ പെൺകുട്ടിയുടെ പിതാവിനെ പിന്നീട് ഒരിക്കലും മത്സരിപ്പിച്ചിട്ടില്ല, സംസ്ഥാന കമ്മിറ്റി എടുത്തു കളഞ്ഞു. അപ്പൊ ഇരയെ തള്ളി പറയുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതല്ലേ ഒരു രീതി. പിന്നെ DYFക്കാർ വലിയ വർത്താനം പറയുന്നുണ്ട്. ഇവരുടെ കൂടെ സഹപ്രവർത്തകയായിരുന്ന സഹോദരിയായി കാണേണ്ടുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയത്തിൽ പോലും ഇവർ മിണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ എന്ത് യോഗ്യതയുണ്ട്? KS ഹരിഹരനെ കുറ്റം പറയാനും കല്ലെറിയാനും നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. നിങ്ങളുടേത് ഇങ്ങനെ ഈ തെരുവിലെ ചാരിത്ര പ്രസംഗവും സദാചാര പ്രസംഗവും ഒക്കെ നടത്തുമ്പോൾ മനുഷ്യനെ കാണുമ്പോൾ ചിരിയ വരുന്നത്. അതിന് യോഗ്യത ഉള്ള ആൾക്കാർ പറഞ്ഞോട്ടെ. അപ്പൊ അനിൽകുമാർ നടത്തിയിട്ടുള്ള ചർച്ചയൊക്കെ അനിൽകുമാറിനോടൊക്കെ പറയാനുള്ളത്, അനിൽകുമാറിനോടും ഈ ചർച്ചയ്ക്ക് പോകുന്ന CPM നേതാക്കന്മാരോടും ഇപ്പൊ വലിയ പത്രസമ്മേളനം നടത്തിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നവരോടും പിന്നെ അവർക്ക് വേണ്ടി ബോംബെറിയാൻ പോകുന്ന ഗുണ്ടാ സംഘത്തോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് മാത്രമാണ്. അല്ലാതെ ഞാൻ ഹരിഹരനെ ന്യായീകരിക്കുന്നില്ല, ഹരിഹരൻ പറഞ്ഞ വാക്കിനോട് യോജിക്കുന്നില്ല, അതിനോട് എനിക്ക് പിന്നെ പ്രതിഷേധമുള്ള ആളുമാണ്.